നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പൈസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൽ നിന്ന് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ പ്രിലിംസിനും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് രണ്ട് ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേരള PSC കഴിഞ്ഞ 2 വർഷം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ 20 മിനിറ്റേ ഉള്ളൂ, നിങ്ങളിത് മുഴുവനും കാണാൻ ശ്രമിക്കുക. പിന്നെ VFA എക്സാമിന് പഠിക്കുന്നവർക്കും ഇത് ഒരുപോലെ തന്നെ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. 1, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതിൽ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത ഏതാണ്? ഓപ്ഷൻ സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം. അത് ചാന്നാർ ലഹളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ബാക്കി 3 കാര്യങ്ങളും ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനം ശ്രീനാരായണ ഗുരു എവിടെയാണ് എഴുതി വെച്ചത്? 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തി. അന്ന് അവിടെ എഴുതി വെച്ച സന്ദേശമായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്നത്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ആണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അപ്പോൾ ബാക്കി ഓപ്ഷൻസിൽ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചൊരു പോയിന്റ് പറയുകയാണെങ്കിൽ ജാതിക്കുമ്മ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ജാതിക്കുമ്മ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ്റെ കൃതിയാണ്. പിന്നെ വാഗ്ഭടാനന്ദനാണെങ്കിൽ ആത്മവിദ്യാസംഘം 1917 സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. പിന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊരു പോയിന്റ് പറയുവാണെങ്കിൽ പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത്, സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവിനെ തിരിച്ചറിയുക. സമപന്തി ഭോജനം ആരാണ്? ഓപ്ഷൻ സി ആണ് വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തുന്നത്. അപ്പോൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്. വൈ സമം വൈ എന്നോർത്ത് വെച്ചോ. വൈ സമം വൈ. വൈകുണ്ഠസ്വാമികൾ, സമപന്തി ഭോജനം, വൈകുണ്ഠസ്വാമികൾ. ഓക്കെ, വൈകുണ്ഠസ്വാമികൾ, സമപന്തി ഭോജനം, വൈകുണ്ഠസ്വാമികൾ. ഇത് എൻ്റെ കോഡൊന്നുമല്ല, മൻസൂർ അലി സാറിൻ്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വൈ സമം വൈ എന്നാണ്. അപ്പോൾ ആ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് ഓർമ്മ വരുന്നുണ്ടാവും. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ്? ഓപ്ഷൻ എ ആണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമിയുടെ കൃതികളാണ്. അടുത്തത് 13ാം ചോദ്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വാക്കുകളാണിവ. അദ്ദേഹം ആരാണെന്ന് തിരിച്ചറിയുക. എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നാരാണ് പറഞ്ഞത്? ഓപ്ഷൻ ഡി ആണ് മഹാത്മാ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വാക്കുകളാണ് ഇത്. ആരുടെ വാക്കുകളാണ്? അയ്യങ്കാളിയാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലേ. ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ചതിനെതിരെ 1907 കാർഷിക പണിമുടക്ക് സംഘടിപ്പിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. ഓക്കെ അല്ലേ. ഇനി അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും ഒക്കെയാണ്. അടുത്തത്, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ സ്ഥലം കണ്ടെത്തുക. കഴിഞ്ഞ ക്ലാസ്സിലും സർവമത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറൊരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആലുവയാണ്. ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ് അദ്ദേഹം സർവമത സമ്മേളനം നടത്തിയത്. അവിടെയാണ് അദ്ദേഹം ഒരു ആപ്തവാക്യം എഴുതി വെച്ചത് അല്ലേ. വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കുവാനാണെന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരു എഴുതി വെച്ചത്
ഈ സർവമത സമ്മേളനം നടത്തിയ അദ്വൈതാശ്രമത്തിലായിരുന്നു. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്ത് വരണം? വൈ സമം വൈ എന്ന് വന്നു അല്ലെ. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ്, സമത്വ സമാജം. ഇനി ബാക്കി ഓപ്ഷൻസിലുള്ള സാധുജന പരിപാലന യോഗമുണ്ട്, അത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അരേ സമാജം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പണ്ഡിറ്റ് കറുപ്പനായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹോദര പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സഹോദര പ്രസ്ഥാനം. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റ് ഏതാണ്? തെറ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. സ്വദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി അദ്ദേഹത്തിന്റെ ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ അത് മാറിപ്പോകരുത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന പേര് വന്നപ്പോൾ അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതെന്ന് ആരും ഓർക്കരുത്. തുടക്കക്കാരോടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ബാക്കി ജോഡികൾ കറക്റ്റ് ആണ് അല്ലെ. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം. വർഷം ഏതാണ്? 1915 അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നും കല്ലുമാല സമരം അറിയപ്പെടാറുണ്ട്. 1915 കൊല്ലത്തുള്ള പെരിനാട് വെച്ചിട്ടാണ് ഈ ഒരു ലഹള നടന്നത്. പെരിനാട് ലഹള എന്നും അറിയാറുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. 1888 വർഷം 1888 നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ ഉണ്ടായത്. ഈ വൈകുണ്ഠസ്വാമികളാണ് അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? വൈ സമം വൈ അല്ലേ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഓക്കെ അല്ലേ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. രണ്ടാമത്തത് 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതും ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. മൂന്നാമത്തെ നോക്കിയോ. 1914 ശിവയോഗി വിലാസം മാസിക പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് ശിവയോഗി വിലാസം മാസിക. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചത്. അതും ശരിയാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്. നാലാമത്തെ നോക്കിക്കോ. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അത് തെറ്റാണ്. 1947 അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയില് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? താഴെ പറയുന്നതില് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. ബാക്കി കൃതികൾ നോക്കാം. ആദിഭാഷ ആരുടെയാണ്? ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെയാണ്. പിന്നെ അരുൾനൂല് വൈകുണ്ഠസ്വാമികളുടെയാണ്. അരുൾനൂല് കൂടാതെ അഖിലത്തിരുട്ടും അരുൾനൂലും വൈകുണ്ഠസ്വാമികളുടെയാണ്. ആദിഭാഷയും വേദാധികാര നിരൂപണവും ചട്ടമ്പി സ്വാമികളുടെയാണ്. നവമഞ്ജരി ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. നവമഞ്ജരി കൂടാതെ വേറെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല. ഇതെല്ലാം ഓർത്തു വെച്ചോളുക, PSC ചോദിക്കാറുള്ളതാണ്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറില് വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. അടുത്ത ചോദ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദ്യം. ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്?
ഓപ്ഷൻ ബി ആണ് കൂറോളി ചേകോൻ. കൂറോളി ചേകോൻ ആണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്. അടുത്ത ചുവടെ പറയുന്നവയിൽ സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. അത് അയ്യങ്കാളിയുമായി ബന്ധമുള്ളതാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അത് തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അയ്യങ്കാളിയല്ല, വൈകുണ്ഠസ്വാമിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് അയ്യങ്കാളിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ബന്ധമില്ലാത്തതാണ് വേണ്ടത്. ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2 മാത്രം. അടുത്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? ആരാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അടുത്തത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല. അയ്യങ്കാളി ജനിച്ചതെന്ന്? അയ്യങ്കാളി ജനിച്ചതെന്നാണ് 1863 ഓഗസ്റ്റ് 28. ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയും ഡോക്ടർ പി പൽപ്പുവാണ് ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ. ഒന്നാമത്തെ ചോദ്യം, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആരാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ആലുവയില് 1924 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. അവിടെയാണ് എഴുതി വെച്ചത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. വർഷം ഏതാണ്? 1924. എവിടെയായിരുന്നു? ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ അല്ലേ. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. 1888 അരുവിക്കരയിലെ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരു. 1888 അരുവിക്കരയിലെ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ആരുമായിട്ടാണ്? പൊയ്കയിൽ യോഹന്നാനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചു. കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ജ്ഞാനപീശം എന്ന പ്രാർത്ഥനാ പുസ്തകം മന്നാനം പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി. അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലാണോ ജനിച്ചത്? അല്ല, തെറ്റാണ്. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ്. ഈ ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചത് ആരാന്നറിയോ? ചാവറയച്ചനാണ്. ചാവറയച്ചനില്ല, അദ്ദേഹമാണ് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിൽ ജനിച്ചത്. ഇനി പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ 1 തെറ്റെന്നുള്ള അപ്പോൾ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കേ. 1 തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലായി. 1 തെറ്റെന്നുള്ളത് എല്ലാ ഓപ്ഷൻസും നമ്മുടെ നിന്ന് പോകും. 1 തെറ്റെന്നുള്ളത് ഓപ്ഷൻസ് എല്ലാം പോയി. ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് ഫിക്സ് ആയി. അത് എന്നാലും നമുക്ക് ബാക്കി പറയാം. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. അത് ശരിയാണല്ലേ, കുമാരഗുരുദേവൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ജ്ഞാനപീശം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാന പ്രസ്സിൽ നിന്ന് അടിച്ചിറക്കി. തെറ്റാണ്. ജ്ഞാനപീശം, ആനന്ദസൂത്രം ഇതൊക്കെ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗികളുടെ ബുക്കുകളാണ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം തെറ്റാണ്. ലാസ്റ്റ് അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി. അത് ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 1 തെറ്റായപ്പോൾ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ബാക്കി 3 ഓപ്ഷൻസും വെട്ടിക്കളഞ്ഞു. ബാക്കി ഓപ്ഷൻ സി ആണ് ഉത്തരം എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. എന്നാലും നമ്മൾ ബാക്കി പറഞ്ഞതേ ഉള്ളൂ.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം എന്നാണ്. മന്നത്ത് പത്മനാഭനാണോ സമത്വ സമാജം സ്ഥാപിച്ചത്? അല്ല, വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. അപ്പോൾ ഒന്ന് തെറ്റാണെന്ന് മനസ്സിലായി. നിങ്ങളൊന്ന് ഓപ്ഷൻസ് നോക്കിക്കേ, എല്ലാ ഓപ്ഷൻസിലും ഒന്നുണ്ട്. അപ്പോൾ ഈ ഒന്ന് തെറ്റെന്നുള്ളതെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്ത്, ഇത് എലിമിനേറ്റ് ചെയ്ത്, ഇത് എലിമിനേറ്റ് ചെയ്ത്, ഇതും എലിമിനേറ്റ് ചെയ്ത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. എന്നാലും നമുക്ക് വായിച്ചു നോക്കാം. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, അത് കറക്റ്റാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ്റെയാണ്. അപ്പോൾ അത് മൂന്നാമത്തത് തെറ്റാണ്. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അത് ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ചില സമയത്ത് PSC ഇതുപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഇങ്ങനെ നമുക്ക് എളുപ്പമാക്കി തരാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് അയ്യോ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്, ജസ്റ്റ് ഒന്ന് നോക്കുക, എങ്ങാനും നമുക്ക് കിട്ടിയാലോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അതേണ്ടേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മൂന്നാമത്തെ ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എവിടെയാണിത് എഴുതി വെച്ചത്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണല്ലേ. ഓപ്ഷൻ ഡി ആണ്. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ശിവപ്രതിഷ്ഠ നടത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു. 1887 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അതിനുശേഷം അദ്ദേഹം എഴുതി വെച്ചതാണ് ഈ ഒരു വാക്കുകൾ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാരാണ്? കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചതാരാണ്? ആരാണ് രചിച്ചത്? ഓപ്ഷൻ സി ആണ്. VT ഭട്ടതിരിപ്പാട്. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിനെ എന്താണ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആരാണ് ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ജി ശങ്കരക്കുറുപ്പിന്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി മഹാകവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ബാക്കി ഓപ്ഷൻസിൽ വൈകുണ്ഠസ്വാമികളൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം അല്ലെ. സി കേശവൻ എന്താണ്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ്. ഓക്കെ. 12 വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ് വിവേകോദയത്തിന്റെ സ്ഥാപകൻ. SNDP യോഗത്തിന്റെ മുഖപത്രമാണ് വിവേകോദയം. 1804 ആരംഭിച്ചത് ആരാണ്? കുമാരനാശാനാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ്. ശ്രീനാരായണ ഗുരുവാണ് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറെ വാക്കുകളാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് അയ്യപ്പനാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള എന്നായിരുന്നു അല്ലേ. എവിടെയാണ് അദ്ദേഹം ജനിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻമൂലയിലാണെന്ന് പറഞ്ഞു. പിന്നെ ഈ നാണു എന്ന് പറയുന്നത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമമാണ്. കുമാരഗുരുദേവൻ പൊയ്കയിൽ യോഹന്നാന്റെ മറ്റൊരു പേരാണ്. നരേന്ദ്രൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേരാണ് നരേന്ദ്രൻ. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ഇതിലേതായിരിക്കും തെറ്റായിട്ടുള്ളത്? ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നത് തെറ്റാണ്. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ് അല്ലെ. വൈകുണ്ഠസ്വാമികളുടെയാണ് സമത്വ സമാജം. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് പഠിക്കാം. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. വാഗ്ബടാനന്ദൻ രൂപം നൽകിയതാണ് ആത്മവിദ്യാസംഘം. VT ഭട്ടതിരിപ്പാടിന്റെയാണ് യോഗക്ഷേമ സഭ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. പണ്ഡിറ്റ് KP കറുപ്പൻ എന്താണ്? അരയ സമാജം. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സമത്വ സമാജം ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ അല്ലേ.
ഇനി കുമാരഗുരുദേവൻ എന്താണ് സ്ഥാപിച്ചത്? കുമാരഗുരുദേവൻ സ്ഥാപിച്ചത് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കുമാരഗുരുദേവൻ സ്ഥാപിച്ചത്. അത് ക്ലിയർ ആയല്ലോ. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ജനിച്ച വർഷം 1863 1863 ഓർത്ത് വെച്ചോളണം കേട്ടോ. അടുത്തൊരു ചോദ്യം വരുമ്പോൾ വീണ്ടും ആവശ്യം വരുവേ. 1863 അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിച്ചത്. അടുത്തത് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ. പൊന്നാനി താലൂക്കിലെ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, വി ടി ഭട്ടതിരിപ്പാട്. വി ടി ഭട്ടതിരിപ്പാട് എവിടെയാണ് ജനിച്ചത്? പൊന്നാനി താലൂക്കിലാണ് ജനിച്ചതെന്ന് ഓർത്ത് വെച്ചോളുക. വർഷവും ഡേറ്റും ഒന്നും കറക്റ്റായിട്ട് ഓർത്തില്ലെങ്കിലും പൊന്നാനി താലൂക്കിൽ ജനിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. വർഷം 1896 മാർച്ച് 26 കൂടി ഓർത്ത് വെച്ചോളുക. അടുത്തത് താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവരാരെല്ലാം? താഴെ പറയുന്ന നവോത്ഥാന നായകരിലെ ആരൊക്കെയാണ് ഒരേ വർഷം ജനിച്ചവര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പി പൽപ്പു അയ്യങ്കാളി. അയ്യങ്കാളിയും ഡോക്ടർ പി പൽപ്പുവുമാണ് ഒരേ വർഷം ജനിച്ചവർ. അപ്പോൾ വർഷം ഏതാണ്? ഓർമ്മയുണ്ടോ? കുറച്ച് മുന്നേ പറഞ്ഞതല്ലേ. ഏതാണ്? 1863. 1863 അയ്യങ്കാളി ജനിച്ചത്. ആ വർഷം തന്നെയാണ് ഡോക്ടർ പൽപ്പുവും ജനിച്ചത്. ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകരാണ് ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും. തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ചോദിച്ചത്. 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ? ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 മാത്രം. അതായത് പ്രാചീന മലയാളം, ആദിഭാഷ. ഇത് രണ്ടുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. പ്രാചീന മലയാളം, ആദിഭാഷ. പ്രാചീന മലയാളം, ആദിഭാഷ. ഇത് രണ്ടുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. അപ്പം നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വേദാധികാര നിരൂപണം ആരുടെയാണ്? വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ തന്നെയാണ്. അഖിലത്തിരുട്ട് ആരുടെയാണ്? അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെയാണ്. അഖിലത്തിരുട്ടും അരുൾ നൂലും. അഖിലത്തിരുട്ടും അതുപോലെ തന്നെ അരുൾ നൂലും വൈകുണ്ഠ സ്വാമികളുടെയാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം ഇത് ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല ഇതൊക്കെ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഇതൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചോളുക. കഴിഞ്ഞ പ്രിലിംസിനും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നവോത്ഥാന നായകരുമായിട്ട് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്കിത് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്